ഞാൻ സുരപ്പണിക്കർ പുറം 2008 പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഒറ്റക്കോലം കെട്ടുവാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. ഇവിടെ നടക്കുന്ന ഒറ്റക്കോല മഹോത്സവത്തിൽ ഒറ്റക്കോല കിട്ടിയ ഭാഗ്യം എനിക്കാണുണ്ടായത്. ഒറ്റക്കലത്തിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങളൊരു 5 മാസം മുമ്പിൽ തുടങ്ങിയതാണ്. പിന്നെ നമ്മളിത് കാലത്താൽ കളിച്ചു വരുന്നൊരു കളിയാട്ടമാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ക്ഷേത്രം വരാനുള്ള ഒരു കാരണം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. പഴക്കമുള്ള പ്ലാവാന്നല്ലേ? ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കയറി നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗ്യാപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ? പഴക്കമുള്ളൊരു പ്ലാവാണ് അല്ലേ? നാട്ടിലാകെ ഒരു രോഗം പിടിപെട്ടു, വസൂരി അല്ലേ? അങ്ങനെ ജൈവപ്രശ്നം വെച്ച് ഒറ്റക്കൊല്ലം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആണല്ലേ? അന്ന് കോറത്തിന്റെ എല്ലാം കുടുംബത്തിൽ സജീവമായി നിൽക്കുന്ന കണ്ണമ്പണിക്കർ മൂത്താള് കണ്ണമ്പണിക്കറാണ് ആ കാലത്ത് ആ സമയത്ത് ഒറ്റക്കൊല്ലം കിട്ടി സമയം കിട്ടിയത്. അങ്ങനെ അദ്ദേഹത്തിന് ചെറുപ്പമാണ് അല്ലേ? വളരെ ചെറുപ്പം, ഇതേപോലെയുള്ള ഈ പജിമണിക്കരെല്ലാം പോലെയുള്ള അല്ല ഒരു ചെറുപ്പമായിട്ടുള്ള ഫ്രണ്ട്സ്. അങ്ങനെ ഞാനുള്ളത് നമ്മളെ സ്വന്തം പോത്താങ്കണ്ടത്താണുള്ളത്. പോത്താങ്കണ്ടത്ത് പിന്നെ അമ്പലത്തിലാണ് വന്നത്. ഒറ്റക്കോല മഹോത്സവം നടക്കുന്നതിനനുബന്ധിച്ച് അതിന് തൊട്ട് മുന്നായിട്ട് വരുന്നത് പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ അതിൻ്റെ കവാടാണ് കാണുന്നത്. ഇത് പോത്താങ്കണ്ടം പാലാണ് കാണുന്നില്ലേ? പോത്താങ്കണ്ടം പാലാണ്. അപ്പോൾ ഈ ഒരു സ്ഥലത്താണ് ഇത് ഉള്ളത്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അങ്ങനെ മെയിൻ റോഡിലുള്ള കവാടത്തിൻ്റെ ഉള്ളിൽ പോയി 1 കിലോമീറ്റർ കഴിയുമ്പോഴാണ് വീണ്ടും വലത്തുവശത്തായിട്ട് ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കവാടം കാണുന്നത്. മനോഹരമായ ഒരു കുന്ന് ദൂരെ നോക്കിയാൽ കാണാം. ഒരു പർവ്വതത്തിൻ്റെ ഒരു രീതിയിലുള്ള ഒരു കുന്ന്. അത് ക്ഷേത്രത്തിന് വളരെയധികം മനോഹാരിത നൽകുന്നുണ്ട്. എന്തായാലും ഉത്സവം പ്രമാണിച്ചാന്ന് തോന്നുന്നു ക്ഷേത്ര റോഡ് മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ടുണ്ട്. ചുറ്റും തെങ്ങുകളും അതേപോലെ തന്നെ പ്രകൃതി രമണീയമായിട്ടുള്ള സുന്ദരമായിട്ടുള്ള സ്ഥലമാണ് പോത്താങ്കണ്ടം എന്ന് പറയുന്ന ഈ ഗ്രാമം. ഞാൻ പോകുന്ന സമയത്ത് തന്നെ സൂര്യൻ അസ്തമിക്കാനായിട്ടുണ്ട്. ഏകദേശം വൈകിയ വേളയായിട്ടുണ്ട്. തോടും പുഴയും അതേപോലെ തന്നെ കവുങ്ങും തോട്ടങ്ങളും എല്ലാം കൊണ്ടും നിറഞ്ഞ ഒരു മഹത്തായ ഒരു ക്ഷേത്രമാണ് പോത്താങ്കണ്ടം ക്ഷേത്രം. ഇതിൻ്റെ ചരിത്രം എന്താണെന്ന് ഇതിൻ്റെ ക്ഷേത്ര ഭാരവാഹികൾ തന്നെ നിങ്ങൾക്ക് മുന്നിൽ പറഞ്ഞു തരും. കണ്ടോ. അപ്പം നമ്മ എന്നുള്ളത് പിന്നെ പോത്താങ്കണ്ടം വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലാണ്. കണ്ണൂർ ജില്ലയിലെ പോത്താങ്കണ്ടം എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ ഒരു വലിയ വിശേഷം നടക്കുന്നുണ്ട്. വേറൊന്നുമല്ല, വിഷ്ണുമൂർത്തിൻ്റെ തന്നെ ഒറ്റക്കോലം ആണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അത് നടക്കുന്നത് ഈ മാസം തന്നെ ഫെബ്രുവരി 22 മുതലല്ലേ തെയ്യം? അതായത് നാളെ. ഓക്കെ. അപ്പോൾ 22-ന് സ്റ്റാർട്ട് ആവും. ഘോഷയാത്രയോട് കൂടിയിട്ട് പിന്നെ തെയ്യം ആരംഭിക്കുകയാണ്. അപ്പം വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. ഒരു നല്ലൊരു ഗ്രാമമാണ്. ഇപ്പം നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ കിളികളെ സൗണ്ടും മറ്റുമെല്ലാമായിട്ട് കേൾക്കുന്ന ഇത് എല്ലാ സംഭവവും മേലേരി കൂട്ടാൻ വേണ്ടിയിട്ട്, അതായത് തെയ്യത്തിൻ്റെ അഗ്നിപ്രവേശത്തിന് വേണ്ടിയിട്ട് തീയിടാൻ വേണ്ടിയിട്ടുള്ള പിന്നെ മരങ്ങളാണ്. പിന്നെ എന്താണ് പിന്നെ വത്സേട്ടാ അതേപോലെ തന്നെ നരേട്ടാ എന്തെല്ലാമാണ് ഇവിടുത്തെ പിന്നെ വിശേഷങ്ങൾ? ഇവിടുത്തെ തെയ്യത്തിൻ്റെ പ്രത്യേകതകൾ എന്നാണ്? ഒറ്റക്കോലത്തിൻ്റെ ഒരുക്കങ്ങൾ ഞങ്ങളൊരു 5 മാസം മുമ്പിൽ തുടങ്ങിയതാണ്. പിന്നെ നമ്മളിത് കാലത്താൽ കഴിച്ചു വരുന്നൊരു കളിയാട്ടമാണ്. ആ പിന്നെ കുംഭം എല്ലാ മാസം കുംഭമാസം 11, 12. ഓക്കെ. അപ്പം വിഷ്ണുമൂർത്തി അതുപോലെ തന്നെ തൊണ്ടച്ചൻ തെയ്യം, അതായത് വയനാട് പോലെ. പിന്നെ ലക്താമണ്ടി, പിന്നെ പൊട്ടൻ തെയ്യം, മുത്തപ്പൻ തെയ്യം, വീരൻ തുറക്കാറ്, ഉളികൻ ദൈവം, കാട്ടുമുടങ്ങ. ഇത്രയും തെയ്യങ്ങളാണ് നമ്മൾ എല്ലാ വർഷവും കുംഭം 11, 12 കെട്ടിയാടിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഒരു ക്ഷേത്രം എങ്ങനെയാണ് നിങ്ങളൊരു ഓർമ്മയിൽ ഈ ക്ഷേത്രം എങ്ങനെയായിരുന്നു ഇവിടെ വന്നത് എന്നുള്ള ഒരു ജനങ്ങൾക്കറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ പോത്താങ്കണ്ടം പോലെയുള്ളൊരു നല്ലൊരു പ്രകൃതി രമണീയമായ സ്ഥലം, ഇത് അത്രയും എന്താ പറയണ്ടത് ഭയങ്കര ഒരു സ്ഥലം തന്നെയാണ്. നമുക്ക് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു വിഷ്ണുമൂർത്തി ക്ഷേത്രമുള്ളത് നമുക്ക് അഭിമാനം തന്നെയാണ്. വളരെ സമാധാനമായിട്ടുള്ളൊരു ഭൂമിയാണ്. ഇവിടെ എങ്ങനെയാണ് ഈ ക്ഷേത്രം വരാനുള്ള ഒരു കാരണം? ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെയാണ്. എൻ്റെ ചെറുപ്പത്തിൽ എൻ്റെ ഒരു 10 വയസ്സിൻ്റെ അടുത്തുള്ള കാലത്ത് 2 കൃഷി കണ്ടമായിരുന്നു. ജന്മിമാരുടെ പ്രദേശമായിരുന്നു. ആണല്ലേ? അന്ന് ആ ഒരു കാലഘട്ടത്തിൽ. അപ്പം ജന്മിമാർക്ക് പണിയെടുക്കാൻ വേണ്ടി പല പ്രദേശത്ത് ആൾക്കാർ വന്ന് ഇവിടെ താമസിച്ചു. അങ്ങനെ അവർ ഒരു പിന്നെ ചെറിയ പതി കെട്ടിയിട്ട് തെയ്യം കഴിച്ചു. നായാട്ടുണ്ടായിരുന്നു അന്നത്തെ കാലത്ത്. നായാട്ട് അങ്ങനെ തെയ്യം കഴിച്ചു. ഈ ഒരു പ്ലാവുണ്ട് ഇവിടെ സങ്കല്പമായി. പ്ലാവ് ഇന്നുണ്ട്. 100 വർഷം പഴക്കമുള്ള പ്ലാവാണ്.
പഴക്കുള്ള പ്ലാവാന്നല്ലേ? ആ. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ ഒരാൾക്ക് കയറി നിൽക്കാൻ വരുന്ന രീതിയിലുള്ള ഒരു ഗ്യാപ്പ് എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ? പഴക്കുള്ളൊരു പ്ലാവാന്ന് അല്ലേ? അതെ. പക്ഷെ ഇന്നും നശിച്ചിട്ട് ഇതിൻ്റെ ഒരു അടയാളമാണല്ലേ? അതെ, അതെ, അതെ. ഓക്കെ ഓക്കെ. അപ്പം അങ്ങനെ അക്കാലത്ത് ഒരു പുല്ലിൻ്റെ പരിയും ഇവിടെ നമ്മൾ ഓലോണ്ട് പതിയും കെട്ടിയിട്ടാണ് തെയ്യം കഴിക്കല്. പിന്നെ അവിടെ നിന്ന് കുറച്ച് മുമ്പോട്ട് പോയി നാട്ടിലാകെ ഒരു രോഗം പിടിപെട്ടു. ഭയങ്കര മാറ്റമുണ്ട്. വസൂരി അല്ലേ? എന്തായാലും ചെറുപ്പകാലത്ത് ഓ ഭയങ്കര ഭീകരമായൊരു അസുഖമാണല്ലോ. അങ്ങനെ ആ മാരിയൊക്കെ ഏകദേശം എല്ലാവർക്കും സുഖപ്പെട്ടു എന്ന് അങ്ങനെ ദേവപ്രശ്നം വെച്ച് ഒറ്റക്കൊല്ലം കഴിക്കാൻ വേണ്ടി തീരുമാനിച്ചു. ആണല്ലേ? അന്ന് ഓക്കെ ഓക്കെ ഓക്കെ. എൻ്റെ ചെറുപ്പകാലത്ത് ആ ഒറ്റക്കൊല്ലം കെട്ടിയത് ചുണ്ടയിലുള്ള കണ്ണമണിക്കറായിരുന്നു. കണ്ണമണിക്കർ ഇപ്പം നമ്മളെ തെയ്യത്തിന്റെ പിന്നെ എന്താ പറയണ്ടത്, കോറത്തിന്റെ എല്ലാം കുടുംബത്തിൽ സജീവമായി നിൽക്കുന്ന കണ്ണമണിക്കർ മൂത്താള് ആണോ? ഓക്കെ. കണ്ണമണിക്കറാണ് ആ കാലത്ത് ആ സമയത്ത് ഒറ്റക്കൊല്ലം കെട്ടി സമയം കെട്ടിയത്. അങ്ങനെ അതെല്ലാം അദ്ദേഹത്തിന് ചെറുപ്പമാണ് അല്ലേ? വളരെ ചെറുപ്പമായി ഇതേപോലെയുള്ള ഒരു 10-20 ഈ പജിമ്പണിക്കരെല്ലാം പോലെയുള്ള അല്ല ആ ഒരു ചെറുപ്പമായിട്ടുള്ള ആ ഒരു ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ ആടുന്ന അത് കഴിഞ്ഞു. പിന്നെയും കമ്മിറ്റികൾ മാറി വന്നു. ഒരു 10-25 വർഷത്തിന് ഇപ്പറായിട്ട് നമ്മൾ ജനങ്ങളെല്ലാം നമുക്കൊരു നല്ലൊരു സ്ഥാനം വേണം, ഒരു പിന്നെ പള്ളിയറ വേണം, പള്ളിയറ തന്നെ വേണം എന്നുള്ള ഒരു അതിൽ ഇവിടെയുള്ള ഞാൻ ആദ്യം പറഞ്ഞ ജമ്മി കുടുംബത്തിൽപ്പെട്ട ആൾക്കാരും നമ്മളും നാട്ടുകാരടക്കം പിന്നെ ഏകോപിച്ച് കമ്മിറ്റി ഉണ്ടാക്കി പള്ളിയറ നിർമ്മാണത്തിന് പിന്നെ ഒരുങ്ങി അങ്ങനെ പള്ളിയറ നിർമ്മിച്ചു അല്ലേ? ഓക്കെ ഓക്കെ. ഒരു 10-20 വർഷത്തിന് മുമ്പേ 25 വർഷമായിട്ടുണ്ടോ? 25 വർഷം. അത് കൃത്യം നമുക്കിപ്പോൾ ഓർമ്മയുണ്ടാവുന്നില്ല ഏകദേശം. അങ്ങനെ ആ പള്ളിയറ നിർമ്മിച്ച് നമ്മൾ പിന്നെ ഈ പറഞ്ഞ പിന്നെ കാലാകാലത്തിലുള്ള കളിയാട്ടവും 12 മാസ സംക്രമവും പിന്നെ എല്ലാ സംക്രമത്തിലുള്ള അന്നദാനവും എല്ലാ സംക്രമ ദിവസവും ഇവിടെ അന്നദാനമുണ്ട്. എല്ലാ സംക്രമവും മാസത്തിൽ 12 സംക്രമം കഴിക്കുന്നുണ്ട്. ആ സംക്രമത്തിന് ഉച്ചക്ക് ആര് വന്നാലും അന്നദാനം എഴുന്നു കൊടുക്കും. ഓക്കെ 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 ഓക്കെ. അങ്ങനെ ആടെ നിന്ന് ഇങ്ങോട്ട് പടിവെച്ച് ദൈവത്തിന് കൃപയാൽ ഇന്ന് ഈ നിലക്കെത്തി. വളരെ. അപ്പോൾ അതിനിടക്ക് നമ്മൾ ഒരു ഒറ്റക്കൊല്ലം കഴിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു ഇത് വെളിപാടുണ്ടായതുകൊണ്ട് 2008 ഒരു ഒറ്റക്കൊല്ലം കഴിച്ചു. അതാണ് നമ്മളെ സുരപ്പണിക്കർ കിട്ടിയത്. അതെ 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 അതെ. അങ്ങനെയാണ് ശരിക്കും സുരപ്പണിക്കർ നമ്മുടെ സ്വന്തം കോറത്തെ സുരപ്പണിക്കർ പോത്താങ്കണ്ടത്തു നിന്നാണ് പണിക്കരായത്. അത്രയും എന്നാ പറയേണ്ടത്, അത്രയും പ്രധാനപ്പെട്ട ഒരു ക്ഷേത്രമാണ് ഇവിടെ. കണ്ണമ്പണിക്കറും എല്ലാവരും അല്ലെ കെട്ടിയാടിയ ഒരു സ്ഥലം തന്നെയാണ്. അപ്പം അത്രയും ദൈവീകതയുള്ള ഒരു സ്ഥലം തന്നെയാണിത്. അപ്പോൾ സുരപ്പണിക്കറാണ് കെട്ടിയത്. എന്നിട്ട് സുരപ്പണിക്കർ കെട്ടി ആ തെയ്യം വളരെ കണ്ണൂർ ജില്ലയിൽ തന്നെ ഏറ്റവും നല്ല തെയ്യം എന്നുള്ള നിലക്ക് തന്നെ പേരുണ്ടായിരുന്നു ഈ നമ്മളെ ജില്ലയിലും. അത്രയും നല്ല ഒരു തെയ്യമായിരുന്നു അത്. നമ്മൾ അയാൾ ആദ്യമായിട്ട് കെട്ടിയ തെയ്യമായതുകൊണ്ട് നല്ല തെയ്യം നല്ല ഭംഗിയായതുകൊണ്ട് നമ്മൾ ജനങ്ങൾ പറഞ്ഞു പട്ടുംപളിയും കൊടുക്കണം എന്ന് പറഞ്ഞു. ആണല്ലേ? അങ്ങനെയാണ് അദ്ദേഹം പോയി പട്ടുംപളിയും ഞങ്ങൾ കൊടുത്തു അല്ലേ? അങ്ങനെയാണ് ശരിക്കും ഇവിടുന്ന് സുരപ്പണിക്കർ പണിക്കരായത്. അതേപോലെ തന്നെ ആ പണിക്കരായത് മാത്രമല്ല 16 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹത്തിന്റെ മകൻ അജിൻ പണിക്കർ ഇവിടുന്ന് പിന്നെ ആചാരം കഴിഞ്ഞു. എന്നിരുന്നാലും അതേ ക്ഷേത്രത്തിൽ തന്നെ 16 വർഷങ്ങൾക്ക് ശേഷം കെട്ടാനുള്ള ഒരു സൗഭാഗ്യം അദ്ദേഹത്തിന് വന്നു ചേർന്നു അല്ലേ? അത് ഈ പ്രശ്നത്തിൽ തെളിഞ്ഞതാണ്. എങ്ങനെയാണ് അതിന്റെ ഒരു അതാ നിർദ്ദേശിച്ചു ആണല്ലേ? എന്താണ് അപ്പോൾ ഈ സുരപ്പണിക്കരുടെ നിങ്ങൾക്ക് ഒരു പ്രത്യേക ഇഷ്ടം കൊണ്ടാണോ ആ ഒരു അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞങ്ങള് ഇങ്ങനെ വേറൊരാളും കൂടെ പറഞ്ഞു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ കൂടി ആലോചിച്ചു നമ്മളൊരു പണിക്കാരൻ ഭഗവാന്റെ ഒരു ഇതന്നെ ആയിരിക്കുമല്ലോ നിങ്ങളിലൂടെ എത്തുന്നത്. എന്തായാലും ആ ഒരു ഭാഗ്യം വന്നത് അദ്ദേഹത്തിന്റെ മകന് തന്നെ 16 ഓക്കെ ഓക്കെ. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സംഭവം അല്ലേ ക്ഷേത്രത്തിന്റെ. ഇനിയിപ്പം ഇവിടുന്ന് പിന്നെ മേലേരി കൂട്ടാനുള്ള വിറകുകളും പിന്നെ ഇതിലും വന്നിട്ടുണ്ടല്ലോ. എങ്ങനെയാണ് അത്? ഞങ്ങൾക്ക് എല്ലാ ഇതിനും കിട്ടിയതാണ്, പൈസ കൊടുത്ത് വാങ്ങിയതല്ല. എല്ലാ പറമ്പുകാരും ജനങ്ങൾ ഞങ്ങൾ നാട്ടുകാർ ഒന്നടങ്കം പിന്നെ അത്രയും പിന്നെ നമ്മൾ പിന്നെ ശ്രമഫലമായി വിറകല്ലിടെ എത്തിക്കാൻ വേണ്ടി കഴിഞ്ഞു അല്ലേ? ഇതാണ് കാണുന്നത് അല്ലേ? അപ്പൊ ഇതിന് പലതരത്തിലുള്ള എന്താ പറയണ്ടത്, പല മരങ്ങളും പ്രത്യേകം അങ്ങനെയെല്ലാം പുളി, ചെമ്പകം അങ്ങനെയുള്ള ആണല്ലേ? ഇത് പിന്നെ ആരാണ് ഇതിന്റെ പിന്നെ ഈ സംഭവങ്ങളിൽ നിങ്ങൾക്ക് ചെയ്യേണ്ടത്, അതേപോലെ മേലേരി കൂട്ടേണ്ടത്? ക്ഷേത്രത്തിലെ പാലക്കാടാണ്. ഓ അതാണല്ലേ? 2008 കൊട്ടണച്ചേരിക്കാരാണല്ലേ?
തട്ടുമ്മക്കാരാണ്, നമ്മളെ തട്ടുമ്മക്കാരാണ്. പിന്നെ തട്ടുമ്മൽ വാല്യക്കാരാണ്. അപ്പം എൻ്റെ പാടിച്ചാലിൽ നിന്ന് തന്നെ തൊട്ടടുത്തുള്ള നമ്മൾ സ്വന്തം തട്ടുമ്മലെ വാല്യക്കാരാണ്. അവർ കുറേ ദിവസങ്ങളായി, ഏകദേശം ഒരു 5-10 ദിവസത്തിന് മേലെ അവർ വ്രതമെടുത്തിട്ട് ഇതിനു വേണ്ടി കഷ്ടപ്പെടുന്നത്. അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ്. അതേപോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രത്തിലെ പിന്നെ ആൾക്കാരുടെ ഒരു വേർപ്പിൻ്റെ ഫലമാണ് ഇവിടെ വരാൻ പോകുന്നത്. കുറേ കാലങ്ങൾ ശേഷമുള്ള കാത്തിരിപ്പാണ്, 16 വർഷങ്ങൾക്ക് ശേഷമുള്ള കാത്തിരിപ്പാണ് അല്ലേ നിങ്ങൾ? അപ്പം നിങ്ങൾ എങ്ങനെ പിന്നെ വിചാരിക്കുന്നത്? എന്നാണ് നിങ്ങളൊരു മനസ്സിലൊരു സന്തോഷം എങ്ങനെയാണ്? ഭയങ്കര വളരെ നല്ല പിന്നെ ഇത് തന്നെ. എല്ലാ ജനങ്ങളും എല്ലാ നാട്ടുകാരും ഞങ്ങൾക്ക് നല്ല സപ്പോർട്ടാണ്. എല്ലാവരും നമ്മളെ പിന്നെ സാമ്പത്തികമായിട്ടും മറ്റും സഹായിച്ചിട്ടുണ്ട്. ഇനിയും ഞങ്ങളെ ഈ ഉത്സവം തീരുന്നവരെല്ലാവരും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒറ്റപ്പാലം മാത്രമല്ല, അതിന് മുമ്പായിട്ട് നമുക്ക് മുന്നിലുള്ള നമ്മളെ പൊട്ടന്റെ പള്ളിയറ വളരെ ചെറുതായിരുന്നു. ചെറുതായിരുന്നു. അത് പുതുതായിട്ട് പണിത് അതിന് നവീകരണം കലശം ഇങ്ങനെ കഴിഞ്ഞു. അതല്ലേ പിന്നെ നമ്മളെ കാണുന്ന പിന്നെ ക്ഷേത്രത്തിന്റെ ആ ഒരു പള്ളിയറ അല്ല പുതുക്കി പണിതിട്ടുണ്ട്. ബാക്കി എല്ലാത്തിനും ശുദ്ധീകരണം കഴിഞ്ഞു. ശുദ്ധീകരണം നടത്തി പുനഃപ്രതിഷ്ഠ കഴിഞ്ഞു. ഓക്കെ. നമ്മളെ പിന്നെ പൊട്ടൻ തെയ്യത്തിൻ്റെ പള്ളിയറിയെല്ലാം കണ്ടു. അപ്പോൾ എന്നാൽ പിന്നെ നമ്മളെ ഞങ്ങൾ പിന്നെ ഈ ഒരു നവീകരണ കലശം വേണമെന്ന് ഒരു ഇതിനെ ഞാൻ പള്ളിയറിയിലെല്ലാം നമ്മളൊരു പിന്നെ അതൊക്കെ കയറി ഒരു അശുദ്ധി പോലെയില്ലേ ഉറുമ്പൊക്കെ കയറി അപ്പോൾ ഒരു നവീകരണ കലശം നടത്തണമെന്ന് തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി ഈ പൊട്ടൻ തെയ്യത്തിൻ്റെ പള്ളിയറി ഒന്ന് പുതുക്കി പണിയണം. ആണല്ലേ? അതും നിങ്ങൾക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് പറ്റും അല്ലേ? ഏട്ടാ എന്തെല്ലാം നമ്മളെ ഉത്സവത്തിൻ്റെ ഒരുക്കങ്ങളെല്ലാം എന്തെല്ലാം ഉഗ്രമായിട്ട് നടക്കുന്നില്ലേ? ഉഷാറല്ലേ? ഉഷാർ, അത് മതി. അപ്പോൾ നമ്മൾ കേട്ടോ, അപ്പോൾ ഇതിൻ്റെ സഹായങ്ങളും കാര്യങ്ങളും എല്ലാം നല്ല ഉഷാറായിട്ട് ഇതിൻ്റെ തന്ത്രി മരങ്ങാട്ടിലെ നാരായണ നമ്പൂതിരിയും ഉണ്ണികൃഷ്ണൻ നമ്പൂരിയാണ് ഇതിൻ്റെ തന്ത്രിമാർ അല്ലേ? ഓക്കെ. ഇതിൻ്റെ ഈ നമ്മളെ ഈ ഇപ്രാവശ്യത്തെ ഒറ്റക്കോലം പിന്നെ കലശാട്ട് മഹോത്സവത്തിന്റെ രക്ഷാധികാരിക്ക് സ്വാമി കൃഷ്ണാനന്ദ ഭാരതി പ്രവർത്തിക്കുന്നുണ്ട്. സ്വാമിയുടെ ഭാഗത്ത് നിന്ന് ഞങ്ങൾക്ക് നല്ല നിർദ്ദേശവും സഹായവും. അതെ, അദ്ദേഹത്തിന്റെ ഒരു സപ്പോർട്ട് എല്ലാ വർഷവും. അതെ, നമ്മൾ അത് സ്വാമിയുടെ അതെ നമുക്കറിയുന്നതാണ്, സ്വാമിനെ അറിയുന്നതാണ്. നമ്മൾ പലപ്പോഴും സ്വാമിൻ്റെ ജീവിത ചെയ്യലും കണ്ടിട്ടില്ലയാണ്. അദ്ദേഹത്തിൻ്റെ ആശ്രമമെല്ലാം പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഗോക്കളും മറ്റ് പക്ഷി മൃഗാദികളും അല്ലേ, വളരെയധികം നല്ലൊരു ഇതാണ്. അതും എല്ലാവർക്കും വേണമെങ്കിൽ പോവാം. അപ്പോൾ ഇത്രയെല്ലാം പറയാനുള്ളത്. അപ്പം എല്ലാവരും വരുവാ അല്ലേ? 20 ഫെബ്രുവരി നാളെ നടക്കിയെന്ന് 23 രാത്രി 2 കാഴ്ചയാണ്. ഒന്ന് ക്ഷേത്രം കാഴ്ച ഏച്ചിരാമ്പാറ മുത്തപ്പൻ മടപ്പുരയിൽ നിന്നും. അതൊരു 9 മണിയാകുമ്പോൾ എത്തിച്ചേരും. അത് കഴിഞ്ഞ് ആനന്ദവനത്തിന് കൃഷ്ണാനന്ദ ഭാരതിയുടെ നേതൃത്വത്തിൽ ഗജവീരൻ നെറ്റിപ്പട്ടം കെട്ടി ഗജവീരൻ അടക്കമുള്ള ഒരു മനോഹരമായ അല്ലേ? ഓക്കെ. എന്നാൽ പിന്നെ നമുക്ക് പറഞ്ഞ പോലെ ആരും തന്നെ മറക്കണ്ട, നമ്മളെ പോത്താങ്കണ്ട ക്ഷേത്രത്തിൽ വരിക. നമ്മൾ മാക്സിമം ഇന്ന് തന്നെ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ വിശേഷങ്ങൾ. നിങ്ങളെല്ലാവരും ഇവിടെ പങ്കെടുക്കുക. അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ കാണാം. ആയിക്കോട്ടെ, സന്തോഷം. സുരപ്പണിക്കർ പൂർവ്വം 2008 പോത്താങ്കണ്ടം ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ ഒറ്റക്കോലം കെട്ടുവാനുള്ള ഭാഗ്യം എനിക്ക് സിദ്ധിച്ചു. അന്ന് പട്ടും വളയും നൽകി പണിക്കർ സ്ഥാനം നൽകുകയും അതിനുശേഷം 16 വർഷങ്ങൾക്ക് ശേഷം പോത്താങ്കണ്ടത്ത് നടത്തുന്ന നാടിൻ്റെ മഹോത്സവമായ ഒറ്റക്കോല മഹോത്സവം എൻ്റെ മകനായ അജിൻ പണിക്കർക്കാണ് ലഭിച്ചത്. എല്ലാ ആശീർവാദങ്ങളും നൽകണം. എൻ്റെ പേര് അജിൻ പണിക്കർ. ഇവിടെ നടക്കുന്ന ഒറ്റക്കോല മഹോത്സവത്തിൽ ഒറ്റക്കോല കിട്ടിയ ഭാഗ്യം എനിക്കാണ് ഉണ്ടായത്. അപ്പം കിട്ടിയിട്ട് തന്നെ ഇപ്പോൾ ഒറ്റക്കോലം കെട്ടാനുള്ള ഏറ്റവും വലിയ ഭാഗ്യം ആയി കാണുന്നു ഞാൻ. അപ്പം എല്ലാവരും അനുകരിക്കണം, പ്രാർത്ഥന ഉണ്ടാവണം.